അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണോ, നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ലഭിച്ചിരിക്കുന്ന കാർഡ്സ് 10 ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് സ്വാർഡ്സ്, 3 ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കാർഡ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ജേർണി ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടിയും മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടിയും ഇമോഷണലി ഒരു സംതൃപ്തിയിലേക്കാണ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കണം അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പോരുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ മനസ്സിനൊരു സന്തോഷം, സമാധാനമുള്ള നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തോ, അതിനുള്ള എന്തെങ്കിലും ഗ്രൗണ്ടിങ് സ്റ്റേജിലാണോ നിങ്ങളെന്ന് നോക്കാം. ലഭിച്ചിരിക്കുന്ന കാർഡ്സ് 10 ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് സ്വാർഡ്സ്, 3 ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ ഈ കാർഡ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ നേടിയെടുക്കണം, വെട്ടിപ്പിടിക്കണം എന്നുള്ളൊരു മനോഭാവത്തിൽ പോരുന്ന വ്യക്തികളായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചുറ്റുമുള്ള വ്യക്തികളിലെ നമ്മൾ കൂടുതലും ഒരു മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണ് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കും. ആ വ്യക്തിയിൽ നല്ലതിനേക്കാൾ കൂടുതൽ ചീത്ത വശങ്ങളായിരിക്കും നമ്മൾ കാണാനായിട്ട് കൂടുതലും ആഗ്രഹിക്കാറ് അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളിൽ നല്ലൊരു വശം മാത്രമാണ് കൂടുതൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങളൊരു പോസിറ്റീവ് വൈബിനെയാണ് ഇപ്പോൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികളിലൂടെ നിങ്ങൾക്ക് പല സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളിൽ നിന്നും പല സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഒരു കെയറിങ് ആയിരിക്കാം, നിങ്ങളുടെ സമയമായിരിക്കാം, എന്തു തന്നെയായാലും നിങ്ങളുടെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഒരുപാട് പോസിറ്റിവിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ചുറ്റുപാടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജിയിൽ നിൽക്കുന്നതായിട്ടൂടെ കാണുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് ചാരിറ്റി പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതിപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഇമോഷണൽ സപ്പോർട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് കൊടുക്കുമ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ അത് കൊടുക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു ഗിൽറ്റും ഇല്ല, ഞാൻ ഇത്ര കൊടുത്തു അല്ലെങ്കിൽ എനിക്ക് ഇത്ര കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള യാതൊരു പ്രശ്നങ്ങളില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ആ ഒരു സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾ കിട്ടുന്നതായിട്ടൂടെ കാണുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു സൈനാണ് സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് നിങ്ങളിന്ന് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഇൻ്റലക്ച്വൽ തലത്തിൽ കൂടുതലായിട്ട് അറിവിൻ്റെ മേഖലയിലൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പല ആളുകളിൽ നിന്നും അല്ലെങ്കിൽ പല പുസ്തകങ്ങളിൽ നിന്നാകാം, പല മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് അറിവുകൾ കിട്ടുന്നുണ്ട്. കൂടുതലുമായിട്ടും ആത്മീയമായ പാഠങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു മേഖലയിൽ നിങ്ങളൊരു ജേർണി തന്നെ കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു പരിധി വരെ നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മറ്റുള്ളവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇത് കാണുന്ന പല വ്യക്തികളും അവർ പല ആത്മീയമായ രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കൂടാതെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സറൗണ്ട് ചെയ്തിരിക്കുന്ന പേഴ്സൺസ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഗ്യാതറിങ്സിലൊക്കെ നിങ്ങൾ കണ്ടുമുട്ടിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവാം. അതുപോലെ തന്നെ അതിനോട് കണക്ട് ചെയ്ത് ഒരു സ്പിരിച്വൽ പാത്തിൽ പോകുന്ന ആൾക്കാരാണ് കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ ത്രൂ ഔട്ട് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു അപ്രതീക്ഷിതമായൊരു കൂട്ടിമുട്ടലിലൂടെ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർന്നുകൊണ്ടും ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് ഈ പറയുന്ന പേഴ്സൺസ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പേഴ്സൺസുമായിട്ടുള്ളൊരു ഗ്യാതറിങ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പല ചോയ്സസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവാം. ഈ ഒരു ജേർണിയിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുമ്പോൾ നിങ്ങൾക്ക് മറ്റ് പലതിലേക്കും പല അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു ഡിസിഷനിലേക്ക് പോകണോ അല്ലെങ്കിൽ ആ ഒരു ചോയ്സായിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാവും.
അതൊരു യൂണിവേഴ്സിൻ്റെ ഒരു ട്രയലായിട്ട് മാത്രം ഈ ഒരു ടൈമിൽ എടുത്താൽ മതി. കാരണം നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിൽ നിങ്ങൾ ഏത് ഡിസിഷൻ എടുക്കും, ഏത് പാതയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു പരീക്ഷണമാണ് യൂണിവേഴ്സ് നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പലരും ഈ ഒരു ടൈമിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാകാം. ഈ ഒരു പാതയിലോട്ട് പോകണോ അതോ വന്നിരിക്കുന്ന അവസരങ്ങളുമായിട്ട് നീങ്ങണോ എന്നുള്ളൊരു കാര്യത്തിലൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകാം. അത് യൂണിവേഴ്സിൻ്റെ ഒരു പരീക്ഷണം മാത്രമായിട്ടെടുത്ത് അതിലൊരു വൈസ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് പല സൈൻസായിട്ട്, പല സിമ്പിൾസായിട്ട്, പല ഡ്രീംസായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. എന്തായാലും നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കനിങ് ജേണിയിൽ തന്നെയാണ്. ഈ ഒരു ഇയർ എൻഡ് ബൈ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ജേണിയിൽ കുറച്ചും കൂടി കണക്ടിവിറ്റി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങൾ, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടേണ്ട പല കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്കൊരു വ്യക്തത ഈ ഒരു ഇയർ എൻഡോട് കൂടി കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്പിരിച്വൽ ജേണി നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് ലൈഫിൽ തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഓരോ വ്യക്തികൾക്കും താങ്ക് യു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.